അപകട സമയത്ത് സ്വന്തം സ്ഥാപനം തന്നെ രക്ഷയ്ക്കെത്തിയാൽ എങ്ങനെയുണ്ടാകും? കൊച്ചിയിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ ജോമോന്റെ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയത് വാട്ടർ അതോറിറ്റി തന്നെയാണ്. ജോമോനും അമ്മയും ഒന്നിച്ചുള്ള യാത്രക്കിടെയാണ് കാറിന് തീപിടിച്ചത്. പിന്നാലെ വന്ന വാട്ടർ അതോറിറ്റിയുടെ ടാങ്കറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. റിയ ബേബി ചേരുന്നു. റിയ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ജോമോന് സ്വന്തം സ്ഥാപനം തന്നെ തുണയായി. എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്തത് നന്നായി എന്ന് ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തോന്നിയത് ജോമോന് തന്നെയായിരിക്കും. മോത്തി, ഗുഡ് മോർണിംഗ്. ഈ വാട്ടർ ടാങ്ക്, ഈ വെള്ളവുമായി പോയ ടാങ്കർ ലോറി ഓടിച്ചിരുന്ന ആളുടെ ഒരു സംയോജിതമായ ഇടപെടൽ തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായ ജോമോൻ ആയിരുന്നില്ല, മറ്റാരായിരുന്നെങ്കിലും അയാൾ നിർത്തുകയും ആ കാറിലെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമായിരുന്നു. ഇന്നലെ രാത്രി 8:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായ ജോമോൻ അമ്മയെ ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു മടങ്ങുകയായിരുന്നു. തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിലാണ് വാഹനം എത്തിയത്. നമുക്കറിയാം, കുണ്ടും കുഴിയും നിറഞ്ഞ്, നമ്മളൊക്കെ ഒരു തവണ വാർത്ത ചെയ്തപ്പോൾ എണ്ണിയപ്പോൾ 170-ലേറെ കുഴികൾ നിറഞ്ഞ റോഡാണിത്. അവിടെ എത്തിയപ്പോഴാണ് ഈ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. അതിവേഗം തന്നെ വാഹനം പാലത്തിന്റെ ഒരു സൈഡിൽ നിർത്തി അമ്മയും കൂട്ടി കാറിന് പുറത്തേക്കിറങ്ങാൻ ജോമോന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി മാറി നിന്നപ്പോൾ തന്നെ തീ ഉയരുകയും ചെയ്തു. തൊട്ടു പിന്നാലെയായിരുന്നു ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ഒരു ടാങ്കർ ലോറി വന്നിരുന്നത്. അദ്ദേഹം ഈ കാറിനോട് ചേർത്ത് തന്നെ വാഹനം നിർത്തി വെള്ളം പമ്പ് ചെയ്ത് താൽക്കാലികമായി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ച് തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ജോമോനെ രക്ഷിക്കാൻ എത്തി എന്നതാണ് ഇവിടെ ഒരു കൗതുകമായി തോന്നുന്നത്. സംഭവം എന്തായാലും അപകടം ഒഴിവായില്ല. രണ്ടുപേരും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നതൊക്കെയാണ് മറ്റു വശങ്ങൾ. എന്തായാലും ഇന്നലെ രാത്രി ഈ സംഭവം നടന്നപ്പോൾ ജോമോൻ തന്നെ പറയുകയുണ്ടായി, ഞാൻ വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാരനാണ്, എനിക്ക് തുണയ്ക്കെത്തിയത് അവിടേക്ക് തന്നെ വെള്ളം കൊണ്ടുപോകാൻ എത്തിയ ഒരു ടാങ്കർ ലോറിയാണ് എന്ന കാര്യം. ശരി റിയ, റിയയ്ക്കൊരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായതുകൊണ്ട് മാത്രമല്ല കേട്ടോ റിയ പറഞ്ഞതുപോലെ, അതുകൊണ്ടല്ല ജീവനക്കാരങ്ങനെ സംയോജിതമായി ഇടപെട്ടത്. അതിനി ആരായാലും അതവരുടെ ഉത്തരവാദിത്വത്തോടുകൂടി നിറവേറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെള്ളമാണല്ലോ കയ്യിലുള്ളത്. അപ്പം വാട്ടർ അതോറിറ്റിക്കാരനായ ജോമോന് വാട്ടർ അതോറിറ്റി തന്നെ സഹായത്തിന് എത്തി എന്നുള്ളതിൽ ഒരു കൗതുകമുണ്ട്.